അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. വേദിയിലുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നലെ പെയ്ത മഴയിൽ മുളച്ചുപൊന്തിയ സസ്യങ്ങൾ ഇന്നത്തെ വെയിലിൽ വാടിക്കരിഞ്ഞു പോകുന്നത് പോലെ മനുഷ്യ ചരിത്രത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി ഇസങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ദർശനങ്ങളും മതങ്ങളുമെല്ലാം കടന്നുവരികയും ഏതോ ചില കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും ചില പ്രത്യേക വിഷയങ്ങളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതെല്ലാം കാലത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്തതാണ് നമുക്കറിയാവുന്ന ചരിത്രം. എന്നാൽ ഇത്തരം ഇസങ്ങളും ദർശനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളുമെല്ലാം അതെല്ലാം വാടിക്കരഞ്ഞു പോകുമ്പോൾ, കാലത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ അതെല്ലാം പിന്നോട്ടു പോകുമ്പോൾ, ദൈവിക ദർശനം മാത്രം, ദൈവത്തിൽ നിന്നുള്ള വിശുദ്ധ ഇസ്ലാം മാത്രം എല്ലാവിധ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് ഇസ്ലാം ഇങ്ങനെ അതിജയിക്കുന്നത്? എന്തുകൊണ്ടാണ് മറ്റെല്ലാം പിന്നോട്ടു പോകുമ്പോൾ, മറ്റെല്ലാം വാടിക്കരിഞ്ഞു പോകുമ്പോൾ ഇസ്ലാം മാത്രം നിലനിൽക്കുന്നതും ഇസ്ലാം മാത്രം അതിൻ്റെ തനതായ രൂപത്തിൽ നിലനിൽക്കുന്നത് എന്ന ചോദ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കാലത്തിനനുസരിച്ച് വെള്ളം ചേർക്കാൻ തയ്യാറാവാത്ത, അതല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് വെള്ളം ചേർക്കാൻ സാധിക്കാത്ത ഒരു ആദർശമാണ് ഇസ്ലാമിൻ്റേത് എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് ഈ ലോകത്ത് കടന്നുപോയ എല്ലാ ദർശനങ്ങളെയും പരിശോധിച്ചു നോക്കിയാൽ 3 തരത്തിലാണത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ദൈവിക മതമാണ്. രണ്ടാമത്തേത് ദൈവിക മതത്തിൽ മനുഷ്യന്റെ കൈകടത്തലുകൾ സംഭവിച്ചതാണ്. മൂന്നാമത്തേത് മനുഷ്യനിർമ്മിതമായ ഇസങ്ങളാണ്. ഇതിൽ ഒന്നൊഴികെ ബാക്കി 2 മനുഷ്യന്റേതായ ചിന്തകളും മനുഷ്യന്റേതായ ആലോചനകളും മനുഷ്യനുണ്ടാക്കുന്ന പരിഹാരങ്ങളുമാണ് ആ രണ്ടാമത്തെയും മൂന്നാമത്തേതുമായ ദർശനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം നേരത്തെ വിശദീകരിച്ചതുപോലെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് പോകുമ്പോൾ മനുഷ്യനിർമ്മിത ഇസങ്ങളുടെ പരാജയങ്ങളിൽ നിന്നും നമുക്ക് ബോധ്യപ്പെടുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങൾ എന്താണ്? ഒന്നാമത്തത് മനുഷ്യന്റെ യുക്തിയും ബുദ്ധിയും പരിമിതമാണ് എന്നുള്ളതാണ്. മനുഷ്യന്റെ യുക്തിയും ബുദ്ധിയും പരിമിതമാണ്. ആ പരിമിതങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് നാം ചിന്തിച്ചെത്തുന്ന തീർപ്പുകളിൽ പലതരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന യാഥാർത്ഥ്യമാണ് മനുഷ്യനിർമ്മിത ഇസങ്ങൾ തകർന്നതിലൂടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. അതുകൊണ്ട് മനുഷ്യന്റെ ചിന്തകളിൽ നിന്ന് വരുന്ന ആശയങ്ങൾ ആ കാലത്തിലേക്കോ ദേശത്തിലേക്കോ പരിമിതമായിരിക്കും എന്നത് നാം മനസ്സിലാക്കുകയാണ്. എന്നാൽ ദൈവിക ദർശനമാകട്ടെ കാലത്തിനും പ്രദേശത്തിനും അതീതമായിക്കൊണ്ട് നിലനിർത്തപ്പെടുന്നത് അതിൽ മനുഷ്യന്റേതായ ഇടപെടൽ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ് മനുഷ്യന്റെ ഇടപെടലുകൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന രൂപത്തിൽ ഈ ദൈവിക ദർശനത്തിന് ഇസ്ലാമിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മനുഷ്യന്റെ കൈകടത്തലുകളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട പ്രമാണങ്ങളാണ് നമുക്കുള്ളത് എന്നുള്ളത് കൊണ്ടാണ്. അത് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി കൊണ്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാം ആകുന്നു ഈ ബോധനം നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്, ഈ വഹി എന്നിൽ നിന്നുള്ളതാണ്. വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാം തന്നെ അതിനെ സംരക്ഷിക്കുന്നതാണ്. അഥവാ ഈ പറഞ്ഞ വഹി, ദിവ്യബോധനം അത് സംരക്ഷിക്കുമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ നിലക്കുള്ള ഒരു വാഗ്ദാനമാണ്. അതുകൊണ്ടാണ് ഈ പ്രമാണങ്ങളിൽ നിന്നുകൊണ്ടാണ്, ഈ പ്രമാണങ്ങളുടെ ആധികാരികതയിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാമിന്റെ മുന്നോട്ടുള്ള ഗമനം. അത് ഒരു തരത്തിലും ഏത് കാലത്തിലും ഏത് ദേശത്തിനും ഒരു തരത്തിലും അതിനെ തകർക്കാൻ പറ്റാത്ത രൂപത്തിൽ മുന്നോട്ട് പോകാനുള്ള കാരണം ഈ പ്രമാണങ്ങളുടെ ആധികാരികതയിൽ അത്ര കൃത്യമായ ബോധ്യം മുസ്ലിമീങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ചവർ ഏറ്റവും പ്രഥമമായും പ്രധാനമായും ശ്രമിച്ചത് പ്രമാണങ്ങളുടെ ആധികാരികതയിൽ സംശയങ്ങൾ ജനിപ്പിക്കാനായിരുന്നു. പ്രമാണങ്ങളുടെ ആധികാരികതയിൽ സംശയങ്ങൾ ഉണ്ടാക്കിയാൽ എന്താ സംഭവിക്കുക? ഈ പറഞ്ഞ ദൈവികത
സാർവകാലികത, അതിലൊക്കെ സംശയം വരും. ഇസ്ലാം എല്ലാ കാലത്തേക്കുമുള്ളതാണോ, ഇസ്ലാം പടച്ചവനിൽ നിന്നുള്ള തന്നെയാണോ എന്ന രൂപത്തിലുള്ള ഒരുപാട് സംശയങ്ങൾക്ക് അവിടെ വഴിവെക്കും. അതുകൊണ്ട് ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ചവർ, ആശയപരമായി ഇസ്ലാമിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവർ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ നടത്തുകയാണ്. അതിനവർ ആദ്യമായി കടന്നുപിടിക്കാൻ ശ്രമിച്ചത് ഖുർആനിനെ തന്നെയായിരുന്നു. ഖുർആൻ അതിന്റെ ക്രോഡീകരണം അതത്ര കൃത്യമൊന്നുമല്ല. അതുപോലെ തന്നെ ഖുർആൻ ഗ്രന്ഥരൂപത്തിലാക്കിയതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഖുർആനിൽ ഒരുപാട് പാരായണ വ്യത്യാസങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രൂപത്തിൽ സംശയങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ നടത്തി. എന്നാൽ വളരെ കൃത്യമായി കൊണ്ട് ഈ പറഞ്ഞ ആരോപണങ്ങൾക്കെല്ലാം കൃത്യവും വ്യക്തവുമായ തെളിവ് ധരിച്ചുകൊണ്ടുള്ള മറുപടി മുസ്ലിം ലോകം, മുസ്ലിം പണ്ഡിത ലോകം അവർക്ക് നൽകുന്നതാണ്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൃത്യമായ ക്രോഡീകരണത്തിന്റെ ചരിത്രം, അതിന്റെ ഗ്രന്ഥരൂപത്തിലാക്കുന്നതിന്റെ ചരിത്രം, അതുപോലെ തന്നെ അതിന്റെ ഓരോ പാരായണങ്ങളും അതിന്റെ സനദടക്കം ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് തെളിയിക്കാൻ മുസ്ലിം ലോകത്തിന് സാധിച്ചു. അങ്ങനെ ഖുർആനിൽ ഒരു സംശയമുണ്ടാക്കാൻ, ഖുർആൻ ഏതെങ്കിലും രൂപത്തിൽ അത് സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെന്ന് തോന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അമ്പേ പരാജയപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം മുസ്ലിം ലോകത്ത് അഹ്ലുസുന്നയും ഷിയാക്കളുമുണ്ട്. ആ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു വാദമുണ്ട്, വിശുദ്ധ ഖുർആൻ അത് പൂർണ്ണമല്ല എന്നൊക്കെ രൂപത്തിലുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്ന് ആശയപരമായ അച്ചാരം വാങ്ങിയ ഷിയാക്കൾ അത്തരത്തിലുള്ള ആശയങ്ങളുമായി കടന്നു വന്നപ്പോ, വിശുദ്ധ ഖുർആൻ പൂർണ്ണമല്ലെന്ന് പറഞ്ഞപ്പോ മുസ്ലിം ലോകം ഒരേ രൂപത്തിൽ ഒരേ ശബ്ദത്തോടുകൂടി ഷിയാക്കളെ തള്ളിക്കളയാനുള്ള കാരണവും വിശുദ്ധ ഖുർആനിന്റെ ആധികാരികതയിൽ മുസ്ലിങ്ങൾക്കുള്ള വിശ്വാസം കൊണ്ടാണ്. അങ്ങനെ ഖുർആനിൽ സംശയം ഉണ്ടാക്കാനുള്ള ശ്രമം അവിടെ അമ്പേ പരാജയപ്പെട്ടതോടുകൂടി ഇസ്ലാമിന്റെ ശത്രുക്കൾ പിന്നീട് ശ്രമിക്കുന്നത് ഹദീസിന്റെ ആധികാരികതയിൽ സംശയമുണ്ടാക്കാനായിരുന്നു. അതിന് പല രൂപത്തിലുള്ള ആരോപണങ്ങൾ അവർ കൊണ്ടുവന്നു. ഹദീസ് ക്രോഡീകരിക്കപ്പെടുന്നത് തന്നെ 200 വർഷത്തിന് ശേഷമാണ്. അതുപോലെ തന്നെ അത് ഗ്രന്ഥത്തിലാകുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. അതുപോലെ തന്നെ ഹദീസിൽ പല രൂപത്തിലുള്ള സ്വഹീഹും വഈഫുമെല്ലാം കൂടിക്കലർന്ന് കിടക്കുകയാണ്. അതിൽ ശരിയേതൊന്നും മനസ്സിലാക്കാൻ നമ്മുടെ മുമ്പിൽ വഴിയില്ല. അതുകൊണ്ട് ഹദീസ് അത്ര കൃത്യമൊന്നല്ല. ഖുർആന്റെ കാര്യം കുഴപ്പമില്ല, എന്നാലും ഹദീസ് അത്ര കൃത്യമൊന്നുമല്ല എന്ന രൂപത്തിലുള്ള ആരോപണങ്ങളും അത്തരത്തിലുള്ള പ്രചാരണങ്ങളും ഇസ്ലാമിന്റെ ശത്രുക്കൾ അഴിച്ചുവിടുകയുണ്ടായി. അവിടെയും നേരത്തെ ഖുർആനിന്റെ സംരക്ഷണത്തിന്റെ വിഷയത്തിൽ എന്നതുപോലെ വളരെ കൃത്യമായ മറുപടികൾ നമുക്ക് കൊടുക്കുവാൻ സാധിച്ചു. അതെ, ഹദീസ് എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ രേഖപ്പെടുത്തപ്പെട്ടിരുന്നു എന്നുള്ളതിന്റെ കൃത്യമായ തെളിവുകൾ ഇവിടെ ഹാജരാക്കപ്പെട്ടു. അതുപോലെ തന്നെ സ്വഹീഹും വഈഫും കൂടിക്കലർന്ന ഒരു അവസ്ഥ അതൊരിക്കലും ഏതെങ്കിലും തരത്തിൽ ഹദീസിന്റെ പ്രാമാണികതയെ സംശയിക്കുന്ന രൂപത്തിൽ നിലനിൽക്കുന്നില്ലെന്നും ഏത് ഹദീസ് എടുത്താലും അത് സ്വഹീഹാണോ വഈഫാണോ എന്ന് ഒരു സംശയത്തിനും ഇടയില്ലാത്ത രൂപത്തിൽ പറയാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു ഉസൂലുൽ ഹദീസ് ഇവിടെ ഉണ്ട്, ഉസൂലുൽ ഹദീസ് ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായി കൊണ്ട് ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ ശത്രുക്കൾക്ക് മറുപടിയായി കൊണ്ട് പറഞ്ഞു. ഈ രൂപത്തിൽ വളരെ കൃത്യമായി ഇസ്ലാമിക പ്രമാണങ്ങളുടെ ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രാമാണികത ബോധ്യപ്പെടുത്തിയെന്ന് മാത്രമല്ല, ഇസ്ലാമിക പ്രമാണങ്ങളോളം ആധികാരികത ഉറപ്പുവരുത്തിയ മറ്റൊന്നും ഈ ലോകത്ത് വിജ്ഞാനമായി നിലനിൽക്കുന്നില്ല എന്ന് അഭിമാനത്തോടുകൂടി വിളിച്ചു പറയാവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, എപ്പിസ്റ്റമോളജി പരിശോധിച്ചു നോക്കിയാൽ, വിജ്ഞാനശാസ്ത്രം പരിശോധിച്ചു നോക്കിയാൽ അതിന്റെ സോഴ്സസ് എന്ന് പറയുന്നത് 4 പ്രധാനപ്പെട്ട മാർഗങ്ങളിലൂടെയാണ് നമുക്ക് അറിവ് നേടാൻ പറ്റുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റിമോണിയൽ നോളജ് അല്ലെങ്കിൽ അതോറിറ്റേറ്റീവ് നോളജ്, ആ ടെസ്റ്റിമോണിയൽ നോളജിൽ ഏറ്റവും കൃത്യമായി കൊണ്ട് പഴുതടച്ചുകൊണ്ട് ആ മാർഗം ഇസ്ലാമിക ഉസൂലുൽ ഹദീസിൽ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിജ്ഞാന ശാഖയിലും അതുപോലെ തന്നെ ഖുർആനിന്റെ വിഷയത്തിലും അത് തീർത്തും ഒരു തരത്തിലുള്ള പഴുതുമില്ലാത്ത രൂപത്തിൽ അത് സ്ഥാപിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. മുറിയാത്ത കണ്ണികളാണ് ഹദീസിന്റെ വിഷയത്തിൽ, ഖുർആനിന്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒന്ന് പറഞ്ഞുവെന്ന്, അതുപോലെ തന്നെ കൽപ്പിച്ചുവെന്ന്, അല്ലെങ്കിൽ മൗനാനുവാദം കൊടുത്തുവെന്ന് വെറുതെ രേഖപ്പെടുത്തുകയല്ല, മറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആരോട് പറഞ്ഞു, ആരാണത് കേട്ടത്, അയാളിൽ നിന്നും അടുത്തയാള് ആര് കേട്ടു, അയാളിൽ നിന്നും അടുത്തയാൾ ആര് കേട്ടു, ഇങ്ങനെ മുറിയാത്ത കണ്ണികളാൽ സനദുകളാൽ അത് സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ സ്ഥാപിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ആ ഓരോ വ്യക്തികളെ കുറിച്ചും
ആ ഓരോ വ്യക്തികളെ കുറിച്ചും പഠിക്കുന്ന, പഠനങ്ങൾ നടത്തുന്ന, അതുപോലെ തന്നെ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടുന്ന സാഹചര്യമടക്കം ഉണ്ടായി. അഥവാ റിജാലുൽ ഹദീസ് ഓരോരുത്തരും ഈ കണ്ണിയിലുള്ള ഒന്നാം വ്യക്തി ആരാണ്, രണ്ടാം വ്യക്തി ആരാണ്, മൂന്നാം വ്യക്തി ആരാണ്, നാലാം വ്യക്തി ആരാണ് എന്നിങ്ങനെ ഓരോ വ്യക്തിയെ പറ്റിയും കൂടി പഠിക്കുകയും അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഇത്രയും കൃത്യമായ ഒരു സംവിധാനം ഇസ്ലാമിക ലോകത്തല്ലാതെ, ഹദീസുകളുടെ സംരക്ഷണത്തിന്റെ വിഷയത്തിലല്ലാതെ മറ്റൊരു സ്ഥലത്തും കാണാൻ സാധിക്കുകയില്ലെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല അതിലുള്ള ഓരോ പഴുതുകളും അടക്കുകയാണ്. നമുക്ക് ഹദീസുകളുടെ വിഷയത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒന്നാമത്തെ വ്യക്തി കേൾക്കുന്നു, രണ്ടാമത്തെ വ്യക്തി കേൾക്കുന്നു. പക്ഷേ മൂന്നാമത്തെ വ്യക്തിയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം ആദ്യം മദീനയിലായിരുന്നു, പിന്നെ കൂഫയിലേക്ക് പോയി, പിന്നെ ബസ്രയിലേക്ക് പോയി, അതിനുശേഷം ബഗ്ദാദിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മക്ക് ചില പിശക് സംഭവിച്ചിട്ടുണ്ട്. അത് ഇന്ന വർഷത്തിലാണ് ബഗ്ദാദിൽ അദ്ദേഹം എത്തിയത് എങ്കിൽ ബഗ്ദാദിലെത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഹദീസുകൾ ആ രൂപത്തിൽ സ്വീകരിക്കാത്ത അവസ്ഥ. അതല്ലെങ്കിൽ മറ്റൊരു വ്യക്തി അദ്ദേഹം രേഖപ്പെടുത്തിയ രൂപത്തിൽ ഹദീസുകൾ ഉദ്ധരിക്കുന്നയാളാണ്, താൻ രേഖപ്പെടുത്തിയതിൽ നിന്നും ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇന്ന് ഹിജറ 225 അദ്ദേഹത്തിന്റെ വീടിന് തീപിടിച്ചു. അതിനുശേഷം അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് ഓർമ്മയിൽ നിന്നെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് അതിൽ ചില അബദ്ധങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കണ്ണിയെ പരിശോധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ വളരെ കൃത്യമായി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. റസൂലിന്റെ ജീവിതത്തെ കുറിച്ചല്ല പറയുന്നത്, റസൂലിന്റെ ജീവിതം ആരിലൂടെയൊക്കെ കടന്നു വന്നോ ആ ഓരോ വ്യക്തികളെ കുറിച്ച് കൂടി പഠിക്കുന്ന, ആ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളടക്കം രേഖപ്പെടുത്തുന്ന രൂപത്തിൽ ഇത്ര കൃത്യമായി ആധികാരികത ഉറപ്പുവരുത്തിയ മറ്റെന്താണ് ഈ ലോകത്തുള്ളത് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി ചോദിക്കാൻ സാധിക്കണം. അവിടെയാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ ഒരാളുടെ പോലും ജീവിതം ഈ രൂപത്തിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. നാം സംസാരിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്, 2024 എല്ലാ നിലക്കുമുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അതിന്റെ ഉത്തുന്നതയിലെത്തിയിട്ടുള്ള, എല്ലാ നിലക്കും വീഡിയോ റെക്കോർഡിങ്ങും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ 21-ാം നൂറ്റാണ്ടിൽ പോലും ഒരു നേതാവിന്റെയും ജീവിതം ഈ രൂപത്തിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല, ഈ രൂപത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുമ്പോ മോണയുടെ എവിടെ വരെ കണ്ടിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടികൾ എത്ര നരച്ചിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോട് പെരുമാറിയത് എങ്ങനെയായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തമാശകൾ എന്തൊക്കെയായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയോട് സല്ലാപത്തിൽ ഏർപ്പെട്ട രീതികൾ എന്തൊക്കെയായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാഷ്ട്രത്തലവന്മാർക്ക് കത്തുകൾ എഴുതിയപ്പോൾ അതിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിനചര്യകൾ എന്തൊക്കെയാണ്. ഇങ്ങനെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും രേഖപ്പെട്ട, അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തിയ മറ്റൊന്നും ലോകത്ത് ഇതിന് സമാനമായി കാണിക്കാൻ തന്നെ സാധ്യമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ വിശ്വസിക്കാൻ സാധിക്കാത്തവർക്ക് മറ്റൊരു വിജ്ഞാന സ്രോതസ്സിനെയും വിശ്വസിക്കാൻ സാധ്യമല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ പല കാര്യങ്ങളെയും വിശ്വസിക്കുന്നുണ്ട്. ചരിത്രത്തിൽ പല സംഭവങ്ങളും നടന്നതായി നമ്മൾ പറയുന്നുണ്ട്. 1-ാം ലോക മഹായുദ്ധത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു, 2-ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിക്ക് ഇന്നത് സംഭവിച്ചു, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി ദണ്ഡിയാത്രക്ക് പോയി, വട്ടമേശ സമ്മേളനത്തിൽ ഇന്ന ചർച്ചകൾ ഉണ്ടായി. ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലേ. എന്താ പറയുന്നതിന്റെ അടിസ്ഥാനം, എന്താ നമ്മളത് വിശ്വസിക്കുന്നതിന്റെ അടിസ്ഥാനം? എവിടെയോ ചില രേഖപ്പെടുത്തലുകളുണ്ട്, എവിടെയോ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതിന്റെ ആധികാരികതയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ വെറും രേഖപ്പെടുത്തലല്ല, ആ രേഖപ്പെടുത്തിയതോ ആ കണ്ണിയോ ഓരോരുത്തരെ കുറിച്ചും പഠിച്ചുകൊണ്ട് അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തിയ, അഥവാ നാം ഇന്ന് വിശ്വസിക്കുന്ന ചരിത്രത്തിനേക്കാൾ 1000 അല്ല 10,000 അല്ല ലക്ഷക്കണക്കിന് ഇരട്ടി ആധികാരികത ഉറപ്പുവരുത്തിയ ഹദീസുകൾ സ്വീകരിക്കാൻ സാധിക്കില്ലെങ്കിൽ മറ്റൊരു വിജ്ഞാന ശാഖയെയും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഈ അഭിമാനബോധം ഉണ്ടാകേണ്ടുന്ന മുസ്ലിങ്ങളിൽ ചിലർക്കെങ്കിലും ഹദീസുകളോട് അവമതിപ്പുണ്ടാകാൻ കാരണം അത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ കാരണം എന്താ? ഹദീസുകളിൽ അല്ലെങ്കിൽ ഖുർആനിൽ, സ്വഹീഹായ ഹദീസിലോ ഖുർആനിലോ എന്തെങ്കിലും തരത്തിലുള്ള അസ്വീകാര്യമായ കാര്യങ്ങളുണ്ട് എന്ന് മുസ്ലിമീങ്ങളെ കൊണ്ട് ചിന്തിപ്പിച്ചാൽ, മുസ്ലിമീങ്ങളെ കൊണ്ട് പറയിപ്പിച്ചാൽ, അതുകൊണ്ട് അവർ പറയിപ്പിക്കുന്നത് ദിവ്യവചനങ്ങളിൽ അസ്വീകാര്യമായവയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞാൽ പ്രമാണങ്ങളുടെ ആധികാരികതയിലാണ് ആ സംശയം ചെന്നെത്തുന്നത്. അവസാനം ആ ആധികാരികതയിലുള്ള സംശയം
ഇസ്ലാം ദൈവികമാണോ സർവകാലികമാണോ എന്ന സംശയത്തിലേക്കാണ് കൊണ്ടുചെന്നെത്തിക്കുക എന്ന് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയാണ് ദിവ്യവചനങ്ങളും അഥവാ വഹിയും നമ്മുടെ സാമാന്യ യുക്തിയും തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കേണ്ടത്. ദിവ്യവചനങ്ങൾ എന്ന് പറയുന്നത്, വഹി എന്ന് പറയുന്നത് അറിവിന് പരിമിതിയില്ലാത്ത റബ്ബിൽ നിന്നുള്ളതാണ്, പടച്ചവനിൽ നിന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ യുക്തി എന്ന് പറയുന്നത് പരിമിതമാണ്. നമ്മുടെ കാഴ്ചക്ക് പരിമിതിയുള്ളതുപോലെ, നമ്മുടെ കേൾവിക്ക് പരിമിതിയുള്ളതുപോലെ, നമ്മുടെ ചിന്തക്കും ആലോചനക്കും യുക്തിക്കും പരിമിതിയുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് പറയുമ്പോൾ പലപ്പോഴും സംശയമുണ്ടാകാം. എന്നാൽ ഈ യുക്തിയെക്കുറിച്ച് പരിമിതമാണെന്നൊക്കെ പറയുമ്പോൾ ഖുർആൻ ചിന്തിക്കാൻ പറയുന്നില്ലേ? ഖുർആൻ ആലോചിക്കാൻ പറയുന്നില്ലേ? തീർച്ചയായും ഉണ്ട്. ഖുർആൻ ആലോചിക്കാൻ പറയുന്നുണ്ട്. എന്താണ് ആലോചിക്കേണ്ടത് എന്നും പറയുന്നുണ്ട്. വളരെ കൃത്യമായി കൊണ്ട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. അഥവാ തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി വരുന്നതിലും, അഥവാ ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ പറ്റി, ആകാശത്തെപ്പറ്റി, ഭൂമിയെപ്പറ്റി നാം ചിന്തിക്കണം, ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. ചിന്തിച്ച് ആ ചിന്ത, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ചിന്ത, അഥവാ നമ്മുടെ ഇന്നത്തെ ഭാഷയിലുള്ള സയൻസ് അല്ലെങ്കിൽ സയൻസിലുള്ള പഠനം, അത് നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കണം. ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനം അത് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ നടത്തിയാൽ ആ പഠനം, ആ ഗവേഷണം, ആ ചിന്ത അവനെ എവിടേക്കാണ് കൊണ്ട് ചെന്നെത്തിക്കുക? അവൻ അറിയാതെ പറഞ്ഞു പോകും, റബ്ബനാ മാ ഖലഖ്ത ഹദാ ബത്വില. റബ്ബേ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചല്ല. ആകാശത്തെക്കുറിച്ച് ചിന്തിക്കുക, ഭൂമിയെക്കുറിച്ച് ചിന്തിക്കുക, നമ്മെക്കുറിച്ച് ചിന്തിക്കുക, നമ്മുടെ ശരീരത്തിന്റെ വ്യവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക. അറിയാതെ നമ്മൾ പറഞ്ഞു പോകും, സുബ്ഹാനക്, അല്ലാഹുവേ നീ മഹാപരിശുദ്ധനാണ്, ഫഖിനാ അദാബന്നാർ, നീ ഞങ്ങളെ നരകശിക്ഷയിൽ നിന്നും രക്ഷിക്കണേ എന്ന് അറിയാതെ പറഞ്ഞു പോകുന്ന ആ തിരിച്ചറിവിലേക്കാണ് യഥാർത്ഥത്തിൽ ചിന്തയെത്തുക. അതുകൊണ്ട് ഖുർആൻ ചിന്തിക്കാൻ പറയുന്നുണ്ട്. ഈ സൃഷ്ടിപ്പിനെ പറ്റി, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കാൻ നിരന്തരമായി പറയുന്നുണ്ടെന്ന് മാത്രമല്ല, ചിന്തിക്കാത്തവർ അവർ നാൽക്കാലികളേക്കാൾ അധപ്പതിച്ചവരാകുന്നു. ചിന്തിക്കാത്തവർ, ആലോചിക്കാത്തവർ, ഗവേഷണം ചെയ്യാത്തവർ അവർ നാൽക്കാലികളേക്കാൾ അധപ്പതിച്ചവരാണ്. ഉലൈക കൽ അൻആം ബൽ ഹും അദൽ. അവർ നാൽക്കാലികളെ പോലെയാണ്, അല്ല അതിനേക്കാൾ മോശമാണ് എന്ന് പറയുന്ന ഈ ഖുർആൻ തീർച്ചയായും ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ആലോചനയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് സൃഷ്ടിപ്പിനെ പറ്റിയുള്ള ചിന്തയാണ്, സൃഷ്ടിയെ പറ്റിയുള്ള ചിന്തയാ. സൃഷ്ടി പഠനത്തിലൂടെ സൃഷ്ടാവിലേക്ക് എത്തുന്ന കാര്യമാണ് അവിടെ പറയുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ വളരെ കൃത്യമായി കൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ചിന്തിച്ച് ആകാശത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് ചിന്തിച്ച് നമുക്ക് ബോധ്യപ്പെടുകയാണ് സുബ്ഹാനക് റബ്ബേ നീ മഹാപരിശുദ്ധനാണ് എന്ന് പറയുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ പറ്റി നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, അങ്ങനെ അള്ളാഹുവിന്റെ ദൈവികതയിൽ, ഇസ്ലാമിന്റെ ദൈവികതയിൽ നമുക്ക് ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ അള്ളാഹുവിന് കീഴൊതുങ്ങലാണ് യുക്തി. ആ അള്ളാഹുവിന്, ആ പടച്ച തമ്പുരാന് കീഴൊതുങ്ങലാണ് യുക്തി. ഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാകുന്നു, അഥവാ ഞാൻ കീഴൊതുങ്ങിയവനിൽ പെട്ടവനാകുന്നു എന്ന് പറയുന്നതാണ് വളരെ കൃത്യമായി കൊണ്ട് യുക്തി എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയാണ് നമ്മുടെ യുക്തി എന്താണ്, യുക്തി പ്രയോഗിക്കാൻ പറഞ്ഞത് എവിടെയാണ്? പ്രപഞ്ചത്തെക്കുറിച്ചാണ്. ആ പ്രയോഗിക്കുന്നതിലൂടെ നമ്മൾ എത്തിപ്പെടുന്നത് എവിടേക്കാണ്? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്. അങ്ങനെ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ആ സൃഷ്ടാവിൽ നിന്ന് വന്നത് സ്വീകരിക്കലാണ് യുക്തി. അവിടെയാണ് പലപ്പോഴും പല ആളുകളും ഇതിനെ തെറ്റായി മനസ്സിലാക്കിക്കൊണ്ട് പ്രമാണങ്ങളിൽ ഉള്ളിലുള്ളതിനെ കുറിച്ചും ബുദ്ധി പ്രയോഗിക്കാനാണ്, അതിലുള്ളതിനെക്കുറിച്ചും യുക്തി പ്രയോഗിക്കാനാണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, പല ആളുകളുടെയും പ്രയോഗമാണ് ബുദ്ധിക്ക് യോജിക്കാത്ത ആയത്തുകൾ, ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസുകൾ. ഇതിലൂടെ അവരെന്താ ഉദ്ദേശിക്കുന്നത്? അറിവിന് പരിമിതിയില്ലാത്ത അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള വചനങ്ങൾ, അതിലേക്ക് വളരെ പരിമിതമായ എൻ്റെ ബുദ്ധി ഞാൻ അതിലേക്ക് അപ്ലൈ ചെയ്യും. എന്നിട്ട് എൻ്റെ പരിമിതമായ യുക്തിയിൽ ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ സ്വീകരിക്കുള്ളൂ. എത്രമാത്രം അബദ്ധമാണ് ഈ ചിന്ത എന്ന് ആലോചിച്ച് നോക്കുക. വേറെ ചില ആളുകൾ പറയും ഖുർആനിന് എതിരായ ഹദീസുകൾ. അതിലൂടെ എന്താ അവർ പറയുന്നത്? എൻ്റെ യുക്തിയിൽ ഞാൻ സ്വഹീഹായ ഹദീസിന് കൊടുത്ത വ്യാഖ്യാനം, അത് എൻ്റെ യുക്തിയിൽ ഞാൻ ഖുർആനിന് കൊടുത്ത വ്യാഖ്യാനത്തിനെതിരാണ്. ഇത് മാത്രമാണ് അവർ പറയുന്നത്. അഥവാ അവിടെയും പൂജിക്കുന്നത് സ്വന്തം യുക്തിയെ മാത്രമാണ്. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. മനുഷ്യനിർമ്മിത ഇസങ്ങളുടെ പരിഹാരങ്ങളെക്കുറിച്ച്, പരാജയത്തെക്കുറിച്ച് നാം പറയുമ്പോൾ നാം ബോധ്യപ്പെട്ട ഒരു കാര്യം,
മനുഷ്യന്റെ ബുദ്ധിക്ക് യുക്തിക്ക് പരിമിതിയുണ്ടെന്നാൽ ആ പരിമിതമായ ഒരുപാട് പരിമിതികളുള്ള ആ യുക്തി വെച്ചിട്ടാണോ പരിധികളില്ലാത്ത പടച്ച തമ്പുരാന്റെ വചനങ്ങൾ നമ്മൾ അളക്കുന്നത് എന്ന ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പരിമിതി നമ്മൾ ഒരുപാട് കാലം ബോധ്യപ്പെട്ടതല്ലേ അല്ലേ? ചരിത്രത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരുപാട് തവണ ഈ പരിമിതികൾ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിന് നേരെ എതിരാളികൾ ഒരു കാലത്ത് വലിയ രൂപത്തിൽ ഉന്നയിച്ച ഒരു ആരോപണമായിരുന്നു, ഖുർആനിൽ പ്രപഞ്ചം വികസിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ വികസിക്കുന്നതൊന്നുമല്ല, അത് സ്റ്റാറ്റിക്കാണ്. ഒരുപാട് കാലത്തെ വിമർശനമായിരുന്നു. കാരണം അന്നത്തെ അവരുടെ ബുദ്ധിയും യുക്തിയും വെച്ചിട്ട് അതായിരുന്നു ശരി. പക്ഷേ ഇന്ന് നമുക്കറിയാം ശാസ്ത്രം എവിടേക്ക് എത്തിപ്പെട്ടു എന്ന്. അതുപോലെ തന്നെ സൂര്യൻ ചലിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു, സൂര്യൻ ചലിക്കുന്നതായി പറഞ്ഞിരിക്കുന്നു. എന്നാൽ സൂര്യൻ എന്ന് പറഞ്ഞാൽ അവിടെ വെറുതെ കിടക്കുന്നതാണ്, നമുക്ക് അറിഞ്ഞൂടെ? ഇതായിരുന്നു ഒരു കാലത്തെ യുക്തി. ഇന്നത് ആളുകളുടെ മുമ്പിൽ പറയാൻ പറ്റുമോ? അല്ലെ, പല ഹദീസുകളെയും തള്ളാൻ പല ആളുകളും പല യുക്തികളും ഉപയോഗിച്ചിരുന്നു. ചേകനൂർ മൗലവിയെ പോലെയുള്ള ആളുകൾ അല്ലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് എടുത്തുകൊണ്ട് ഈച്ച ജ്യൂസ് എന്ന് കളിയാക്കിയ ചില ആളുകൾ കഴിഞ്ഞുപോയിരുന്നു. എന്നാൽ പിന്നീട് നമ്മൾ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നതിലൂടെ ആ ആരോപണങ്ങൾ ഇന്ന് ചവറ്റുകൊട്ടയിൽ പോലും ഇടാൻ പറ്റാത്ത രൂപത്തിൽ അത്രയും ബാലിശാണെന്ന് മനസ്സിലാവുകയാണ്. ഇതിലൂടെയൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നത് എന്താ? നമ്മുടെ യുക്തിയുടെ പരിമിതിയാണ്. ആ യുക്തി വെച്ച് നമ്മൾ പ്രമാണങ്ങൾ അളക്കുന്നതിന്റെ ബലഹീനതയാണ് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെ പരിമിതമായ യുക്തിക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള തള്ളലുകളാണ് നമ്മുടെ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസം വെള്ളത്തിന് പ്രാധാന്യമുണ്ടെന്ന ഹദീസ്, അതുപോലെ തന്നെ 6 നോമ്പിനെ പറ്റിയുള്ള ഹദീസ്, അജുവാക്കാരക്കയുടെ ശ്രേഷ്ഠതയെ പറ്റിയുള്ള ഹദീസ്, ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായത്തെ പറ്റിയുള്ള ഹദീസ്, മസീഹുദ് ദജ്ജാലിനെ പറ്റിയുള്ള ഹദീസ്, താടി വളർത്തലിനെ പറ്റിയുള്ള ഹദീസ്, ഇങ്ങനെ ഖബർ ശിക്ഷയെ പറ്റിയടക്കം ഒരുപാട് ഹദീസുകളും ആയത്തുകളും സ്വന്തം ബുദ്ധിക്ക് യോജിക്കുന്നില്ല, സ്വന്തം യുക്തിക്ക് യോജിക്കുന്നില്ല എന്നതിന്റെ പേരിൽ തള്ളുന്നത് നമ്മൾ കണ്ടു. എന്നാൽ ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഒരു ഹദീസ് നമ്മൾ നിഷേധിക്കുന്നതിലൂടെ, ഒരു ആയത്ത് നമ്മൾ നിഷേധിക്കുന്നതിലൂടെ വഹീനെയാണ് നമ്മൾ നിഷേധിക്കുന്നത്. ഒരു വഹീനെ നിഷേധിച്ചാൽ ദിവ്യവചനങ്ങളെ തള്ളിക്കളയാനുള്ള വാതിലാണ് അവിടെ തുറക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരിധികൾ മനസ്സിലാക്കിക്കൊണ്ട്, പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട്, പരിമിതികളില്ലാത്ത പടച്ചവനിൽ പരിപൂർണ സമർപ്പണം നടത്തുന്നവനാണ് മുസ്ലിം. മുസ്ലിമീൻ, ഞാൻ കീഴൊതുങ്ങിയവനാണ്, എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്, ആ പരിമിതികളില്ലാത്ത റബ്ബിൽ ഞാനിതാ കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് പൂർണ്ണമായി സാധിക്കുന്നുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ഖുർആനിലോ ഹദീസിലോ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിക്ക് വിരുദ്ധമായ കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ അറിവിന് പരിമിതിയില്ലാത്ത അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിന്റെ വചനങ്ങൾ ഞാൻ എൻ്റെ പരിമിതമായ യുക്തി വെച്ച് പരിശോധിച്ച ശേഷം മാത്രമേ സ്വീകരിക്കൂ എന്നാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. അഥവാ അവൻ പറയുന്നത് ദൈവിക വചനങ്ങളെക്കാൾ, വഹീനേക്കാൾ എൻ്റെ ബുദ്ധിയും യുക്തിയുമാണ് പ്രധാനം എന്നാണ് അതിലൂടെ പറയുന്നത്. അഥവാ വഹീനേക്കാൾ എൻ്റെ യുക്തിക്കും എൻ്റെ ബുദ്ധിക്കും പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ബുദ്ധിക്കും യുക്തിക്കും യോജിച്ചതിന് ശേഷം മാത്രമേ ഞാൻ എന്തും സ്വീകരിക്കുകയുള്ളൂ എന്ന് നമ്മൾ പൊതുവെ പറയുന്ന യുക്തിവാദം എന്നും പറയുന്ന യുക്തിരഹിത വാദങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് നമുക്ക് വളരെ കൃത്യമായിക്കൊണ്ട് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആളുകളെങ്കിലും വിചാരിക്കും ഇത് കുറച്ച് ഹദീസുകളെ തള്ളുന്ന ഒരു വിഷയമാണ്. ഇത് ഹദീസിൽ അവസാനിക്കുകയില്ല. ഇതിന്റെ അടിസ്ഥാനം എൻ്റെ ബുദ്ധിയാണ് വഹീനേക്കാൾ പ്രാധാന്യം എന്ന ചിന്തയാണ്. അത് എവിടെയും അവസാനിക്കില്ല അല്ലെ. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞ ഒരു സംഭവമുണ്ട്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ കപ്പലിൽ നിന്നും കടലിലേക്ക് വലിച്ചെറിയുകയും ഒരു മത്സ്യം വന്ന് വിഴുങ്ങുകയും പിന്നീട് അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്ത സംഭവം നമ്മളെല്ലാവരും ഖുർആനിൽ വായിച്ചിട്ടുള്ളതാണ്. ഈ യുക്തി പ്രയോഗിച്ച് പ്രമാണങ്ങളുടെ മുകളിൽ യുക്തിയെ പ്രതിഷ്ഠിച്ചപ്പോ എന്താണ് അവസാനം സംഭവിച്ചത്? ചേകനൂർ മൗലവിയുടെ വിഭാഗം അവർ 2002 ഒക്ടോബറിൽ അവരുടെ ഖുർആൻ ദർശനം എന്ന ഗ്രന്ഥത്തിൽ, അവരുടെ പ്രസിദ്ധീകരണത്തിൽ അവർ പറഞ്ഞ കാര്യം തികച്ചും അസംഭവ്യവും അസംബന്ധം നിറഞ്ഞതുമാണ് ഈ കഥ. ഖുർആനിൽ പറഞ്ഞ കാര്യത്തെ പറ്റിയാണ് ഈ പറയുന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞ് മത്സ്യം വിഴുങ്ങി എന്ന് പറയുന്നത് അസംഭവ്യമാണ്, അസംബന്ധം നിറഞ്ഞതാണ്. എന്റെ കാര്യം, എൻ്റെ ബഹുമാനപ്പെട്ട ബുദ്ധിക്ക് അത് യോജിക്കുന്നില്ല. എന്നിട്ടോ ബുദ്ധി ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ, കടലിനടിയിൽ ഒരു തിമിംഗലത്തിന്റെ വയറ്റിൽ 40 ദിവസം പോയിട്ട് 40 മിനിറ്റ് പോലും കഴിച്ചു കൂട്ടാനാവോ? ബുദ്ധി വർക്ക് ചെയ്യാൻ വളരെ കൃത്യമായ ഒരു യുക്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന ഏറ്റവും ചെറിയ യുക്തി മാത്രം മതി. ആ യുക്തിയില്ല. എന്നിട്ടോ ആ യുക്തിയില്ലാതെ യുക്തി ഉപയോഗിച്ചുകൊണ്ട്, സ്വന്തം പരിമിതമായ യുക്തി ഉപയോഗിച്ചുകൊണ്ട് ഖുർആനിന്റെ ആയത്തുകളെ തള്ളുകയാണ്. അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക, ഇത് നമ്മൾ ഹദീസുകളുടെ വിഷയത്തിലേക്കൊന്ന് ആലോചിച്ച് നോക്കുക.
യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ സംഭവം എങ്ങാനും ഹദീസിലായിരുന്നു വന്നതെങ്കിൽ ഇവിടെ എത്ര ആളുകൾ വളരെ സിമ്പിളായി അതിനെ തള്ളിയിട്ടുണ്ടാകും ഇതേ രൂപത്തിൽ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അവിടെയാണ് പ്രമാണങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് പ്രമാണങ്ങളെക്കുറിച്ചുള്ള ആ സമീപനം തന്നെ പാടെ തകിടം മറിച്ചുകൊണ്ട് ഖുർആൻ അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. ഹദീസ് ഗ്രന്ഥങ്ങളാകട്ടെ അവ മുഴുവനും മനുഷ്യനിർമ്മിതങ്ങളും കണക്കില്ലാത്ത ജൂതായുസങ്ങൾ കുത്തി നിറക്കപ്പെട്ടതുമാകുന്നു. അടുത്ത സ്റ്റെപ്പ് അതാ അല്ലെ, കുറച്ച് ഹദീസുകളെ നിഷേധിച്ചു തുടങ്ങിയതാ, 1-2 ഹദീസും നിഷേധിച്ചു തുടങ്ങിയതാ. പിന്നെയോ ഹദീസ് ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് തന്നെ ജൂതായുസങ്ങൾ കുത്തി നിറക്കപ്പെട്ടതാണ്. ഈ വചനങ്ങളാണ്, ഈ ആശയമാണ് സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹു മുസ്ലിമും മുഴുവനായും സ്വീകരിക്കുന്നത് സയനിസമാണ് എന്ന് ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ടത് ഇതേപോലെയുള്ള ഒരു ശബ്ദമാണ്. പ്രിയമുള്ളവരെ, ഗൗരവം നിറഞ്ഞതാണിത്. ഇതിന്റെ പോക്ക് എങ്ങോട്ടേക്കാണ് എന്ന് പൂർണ്ണമായും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അവസാനിക്കോ പരിമിതമായ യുക്തി ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും അവസാനിക്കുവോ? പിന്നെ കൊണ്ട് ചെന്നെത്തുന്നത് എവിടേക്കാണ്? ചേകനൂർ മൗലവി പറയുകയാണ്, ഖുർആൻ മതക്കാർക്ക് മാത്രമേ പുണ്യവും മോക്ഷവും ഉള്ളൂ എന്ന് നാം എങ്ങനെയാണ് വാദിക്കുക? അഥവാ ഇസ്ലാമിൽ മാത്രമേ മോക്ഷമുള്ളൂ നമ്മൾ വാദിക്കാൻ പാടില്ല. ആരു തന്നെ അങ്ങനെ വാദിച്ചിരുന്നാലും അതെല്ലാം ഖുർആനിന് വിരുദ്ധവും വ്യക്തമായ അസംബന്ധവുമാണ്. അഥവാ എല്ലാ മതങ്ങളിലും മോക്ഷമുണ്ട് എന്ന് പറയുന്ന സർവമത സത്യവാദം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എവിടുന്ന് തുടങ്ങിയതാ? ഒരു വഹിയെ നിഷേധിച്ച്, ഒരു ഹദീസ് നിഷേധിച്ച് തുടങ്ങിയതാ. പിന്നെ ഖുർആനിനെ നിഷേധിക്കാൻ തുടങ്ങി. പിന്നെ ഹദീസ് മുഴുവൻ തള്ളുന്നതിലേക്ക് എത്തി. പിന്നെ അവസാനോ ഖുർആന് പറയുന്നത് ഖുർആൻ മതക്കാർക്ക് മാത്രമൊന്നല്ല മോക്ഷം, എല്ലാവർക്കും മോക്ഷമുണ്ട്, ഏതിലും വിശ്വസിച്ചോളൂ. ഒരുപാട് പുഴകൾ ഒരുമിച്ച് പോയി കടലിലേക്ക് യോജിക്കുന്നത് പോലെ എല്ലാം സത്യത്തിലേക്ക് എത്തുമെന്ന് പറയുന്ന സർവമത സത്യവാദത്തിലേക്കാണ് ഇതിന്റെ പോക്ക്. അതുകൊണ്ട് നാം കൃത്യമായി ഇതിലൂടെ ബോധ്യപ്പെട്ടതെന്താ? പ്രമാണ നിഷേധികളുടെ പരിണാമം അവർ തുടങ്ങുന്നത് 1-2 ഹദീസുകൾ നിഷേധിച്ചുകൊണ്ടായിരിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പ് പിന്നെയോ അതിനനുസരിച്ച് ബുദ്ധിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് സ്വന്തം യുക്തിക്ക് തോന്നുന്ന വ്യാഖ്യാനങ്ങൾ ഖുർആനിന് നൽകാൻ തുടങ്ങും. പിന്നെയോ ഹദീസുകളെ മൊത്തത്തിൽ അങ്ങ് തള്ളിക്കളയും. പിന്നെങ്ങനെ ഖുർആനിനെയും ഹദീസിനെയും അങ്ങ് തള്ളും. അവസാനം ഒന്നുകിൽ യുക്തിരഹിതവാദത്തിലേക്കോ അല്ലെങ്കിൽ സർവമത സത്യവാദത്തിലേക്കോ കൊണ്ടുചെന്നെത്തും എന്നുള്ള ആ പരിണാമം നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് നിരന്തരം കാണാൻ സാധിക്കുന്നതാണ്. നിരന്തരം എവിടെ നമ്മൾ പരിശോധിച്ചു നോക്കിയാലും ഈ ഒരു പരിണാമം വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. നമ്മൾക്കറിയാം, നമ്മുടെ ഈ പ്രദേശത്തിനടുത്തൊക്കെ സ്ത്രീകൾക്ക് ജുമാ നേതൃത്വം നൽകിക്കൊണ്ട് ഒരു വ്യക്തി കടന്നു വരികയുണ്ടായി. ഇവിടുന്ന് തുടക്കം ഇങ്ങനെ ഹദീസുകൾ നിഷേധിച്ചുകൊണ്ടായിരുന്നു. ഹദീസുകൾ നിഷേധിച്ചതിന് ശേഷം ഖുർആനും ഹദീസിനും സ്വന്തമായ വ്യാഖ്യാനങ്ങൾ നൽകാൻ തുടങ്ങി. പിന്നെ ഈ ജുമാ നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ തുടങ്ങി. അതിനുശേഷം പിന്നീട് എവിടേക്കാണ് എത്തിപ്പെട്ടത്? ഇന്നവർ എത്തിപ്പെട്ടിട്ടുള്ള കുഴി എവിടെയാണ് എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതന്നെയാണ് എല്ലാ ചരിത്രത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹദീസുകൾ 1-2 തള്ളിക്കൊണ്ട് സ്വഹാബത്തിനെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് ഈ തുടക്കം അല്ലെ. മറ്റൊരു തുടക്കം നിങ്ങൾ കണ്ടോളൂ. ഖബർ ശിക്ഷയെക്കുറിച്ചുള്ള ഹദീസുകൾ അത് ഖുർആനിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് 1-2 ഹദീസും തള്ളിക്കൊണ്ടാണ് ഈ തുടക്കമെല്ലാം. അതിന്റെ ഒരു തുടക്കം നിങ്ങൾ കണ്ടോളൂ. എന്നിട്ട് ആകപ്പാടെ പ്രശ്നം ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ ഖബർ ശിക്ഷ എന്ന ഒന്നുണ്ടോ? ഖുർആനികമായിട്ടുണ്ടോ? ഞാൻ ഖുർആനികമായിട്ടാണ് ചോദിക്കുന്നത്. ഖുർആനിൽ ഖബർ ശിക്ഷയെക്കുറിച്ച് ഒരു വർത്തമാനവും ഇല്ല, എവിടെയും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ഖബർ ശിക്ഷ ഖുർആനികമായിട്ട് ഖുർആനിന്റെ തത്വങ്ങൾക്ക് എതിരാണ്, വിരുദ്ധമാണ് എന്ന് വരുന്ന ധാരാളം വചനങ്ങൾ നമുക്ക് ഉദ്ധരിക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയാണ് തുടക്കം. ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ മൂപ്പരുടെ ബുദ്ധി വെച്ചിട്ട് എന്ത് ചെയ്തു? അത് ഖബർ ശിക്ഷ ഇല്ല എന്നുള്ളതിന് തെളിവാണ്. അങ്ങനെ ബുദ്ധി അപ്ലൈ ചെയ്ത് കുറച്ച് ഹദീസുകൾ ഇങ്ങനെ തള്ളി തുടങ്ങും. എന്നിട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പരിണാമത്തിലൂടെ എല്ലാം കടന്നു ചെന്ന് അവസാന വീട് എത്തിപ്പെടുന്ന ആ രംഗം കൂടി നിങ്ങൾ കണ്ടോളൂ. മുഖ്യധാര ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് അപ്പുറത്ത് ഇസ്ലാമിന്റെ തനത് സൗന്ദര്യവും ആവിഷ്കാരവുമാണ് സൂഫിസത്തിലൂടെ സാധ്യമാകുന്നത്. എല്ലാ മതങ്ങളിലും അതിൻ്റെ ആചാര സമ്പ്രദായങ്ങൾക്ക് അപ്പുറത്ത് ദൈവത്തെ സാക്ഷാത്കരിച്ച അധ്യാത്മ ആചാര്യന്മാരെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് സഭ എല്ലാ മതങ്ങളിലുമുള്ള രക്ഷാകരണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പോപ്പ് വളരെ അർത്ഥവത്തായിട്ട് കാര്യം പറയുന്നുണ്ട്. എല്ലാ മതങ്ങളിലും രക്ഷയുണ്ടെന്ന്
എല്ലാ മതങ്ങളും മോക്ഷത്തിന്റെ വഴിയാണെന്ന് പറയുന്നു. അത് അച്ഛൻ വളരെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു എന്നുള്ളതാണ്. ഇത് വലിയ ഒരു മാറ്റത്തിന്റെ, ലോകം തന്നെ മാറുന്നതിന്റെ സൂചനയാണ്. ഇത് ഇസ്ലാമിക ലോകത്തും പറഞ്ഞു വരുന്നുണ്ട്. നമ്മുടെ ഒരു ഇസ്ലാമിലെ മോക്ഷ സിദ്ധാന്തം എന്നൊരു പുസ്തകം ഞാൻ എഴുതുകയുണ്ടായി. വലിയ ചർച്ചകൾക്ക് വഴിവെച്ച ഒരു പുസ്തകം. അത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും അത്തരത്തിലുള്ള ചർച്ചകളുണ്ട്. മതം മാറ്റമല്ല, മറിച്ച് ഓരോരുത്തരും അവരവരുടെ ധർമ്മങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള മുന്നേറ്റമാണ് ഉണ്ടാകേണ്ടത്. പ്രിയമുള്ളവരെ, ഇത് ഏതെങ്കിലും വ്യക്തികളുടെ വിഷയമല്ല. ഇത് പൊതുവായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പരിണാമമാണ്. ഒരു വഹി നിഷേധിച്ചാണ് തുടക്കം, ഒരു ഹദീസ് നിഷേധിച്ചാണ് തുടക്കം, ഒരു ആയത്തിന് സ്വന്തമായ വ്യാഖ്യാനം നൽകിയാണ് തുടക്കം. പിന്നെ അത് എവിടെ എത്തിപ്പെടുന്നത്? അവസാനം യുക്തിരഹിത വാദങ്ങളിലേക്കും സർവമത സത്യവാദം പോലെയുള്ള അപകടകരമായ ആശയങ്ങളിലേക്കുമാണ് എന്നത് നാം തിരിച്ചറിയുമ്പോൾ പ്രമാണങ്ങൾക്ക്, വിശുദ്ധ ഖുർആനും ഹദീസും ഒരു കാര്യം പറഞ്ഞാൽ അതിനർത്ഥം അല്ലാഹു കൽപ്പിച്ചു എന്നാണ്, ദിവ്യവചനമാണെന്നാണ്, വഹിയാണെന്നാണ്. വഹിയിലൂടെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിനോട് സ്വന്തം ബുദ്ധിയും സ്വന്തം യുക്തിയും അതിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മുടെ പരിമിതമായ യുക്തി വെച്ച് അളക്കേണ്ടതല്ല. പ്രമാണങ്ങൾ എന്ന തിരിച്ചറിവിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ. വ്യക്തമായ സന്മാർഗം വ്യക്തമായി കഴിഞ്ഞതിന് ശേഷവും ദൈവദൂതനുമായി റസൂലുമായി ആരെങ്കിലും എതിർത്ത് നിൽക്കുകയും സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗം പിന്തുടരുകയും ചെയ്യുന്ന പക്ഷം മുൻഗാമികൾ, സ്വഹാബത്ത്, താബിഈകൾ, തബൗ താബിഈകൾ അവർ സ്വീകരിച്ച മാർഗത്തിൽ നിന്നും, സലഫുകൾ സ്വീകരിച്ച മാർഗത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്ന പക്ഷം നുവല്ലിഹി മാ തവല്ല, അവനെ തിരിഞ്ഞിടത്തേക്ക് തിരിച്ചുവിടും, അവനെ തിരിഞ്ഞിടത്തേക്ക് തിരിച്ചുവിടും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രമാണങ്ങളിൽ വളരെ കൃത്യമായി വന്ന കാര്യങ്ങളാണെങ്കിലും, സ്വഹീഹായ ഹദീസിൽ അർത്ഥശങ്കയില്ലാത്ത രൂപത്തിൽ വന്ന കാര്യമാണെങ്കിലും, ഖുർആനിൽ വന്ന കാര്യമാണെങ്കിലും എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, എൻ്റെ യുക്തിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്നവർ, അതിനോട് എതിർത്ത് നിൽക്കുന്നവർ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം, അവർക്ക് അവരെ നരകത്തിലിട്ട് കരിക്കുന്നതാണ് എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം. അതാകട്ടെ ഏറ്റവും മോശമായ ഒരു പര്യവസാനമാകുന്നു. ആ ഒരു തിരിച്ചറിവോടുകൂടി പ്രമാണങ്ങളിൽ ഒരു കാര്യം വന്നാൽ, വഹിയിൽ ഒരു കാര്യം വന്നാൽ അത് എല്ലാം മറന്നുകൊണ്ട് അതിന് പരിപൂർണ സമർപ്പണം നടത്താൻ, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനിതാ സമർപ്പിച്ചവനാകുന്നു, വഹിയിലൂടെ ഒരു കാര്യം വന്നാൽ അതിന് ഞാൻ പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ, എന്ന് പ്രഖ്യാപിക്കാൻ, എന്ന് ജീവിച്ചു കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.